മൊബൈൽ ഫോണ് എന്ന വില്ലൻ ഇന്ന് അബ്ദുക്കായുടെ മോള് ആയിഷയുടെ നിക്കാഹാണ്. അയൽവാസികളെല്ലാം അബ്ദുക്കയുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. അവർക്കെല്ലാം ആയിഷയെയും അബ്ദുക്കയുടെ ഭാര്യ സുഹറത്താത്തയെയും വലിയ ഇഷ്ടമാണ്. നാട്ടുകാർക്കെല്ലാം എപ്പോൾ വേണമെങ്കിലും സഹായം എത്തിക്കുന്ന അബ്ദുക്ക അയൽവാസികളും കുടുംബക്കാരുമെല്ലാം ഭക്ഷണവും അതിഥികളെ സ്വീകരിക്കുന്നതിലുമുള്ള തിരക്കിലാണ്. കല്യാണച്ചെറുക്കന് സ്വാലിഹ് കാസർകോട്ടെ വലിയ മുതലാളിയുടെ മോനാണ്. അവനെ എല്ലാവർക്കും നന്നായി ബോധിച്ചു. സ്വാലിഹിന്റെ വീട്ടിൽ നിന്ന് ഒട്ടേറെ പേരെത്തിയിട്ടുണ്ട്. നിക്കാഹ് കഴിഞ്ഞ് അവര് പള്ളിയിൽ നിന്ന് നേരെ അബ്ദുക്കയുടെ വീട്ടിലെത്തി. ഭക്ഷണം കഴിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് സന്തോഷത്തോടെ മടങ്ങി. നിക്കാഹ് കഴിഞ്ഞതോടെ അവര് പരസ്പരം ഫോണിൽ സംസാരിച്ചു തുടങ്ങി. ആദ്യമൊക്കെ അവള് നാണം കൊണ്ട് സംസാരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഫോൺ വിളികളൊക്കെ മണിക്കൂറുകൾ നീണ്ടു. നാണമായതുകൊണ്ട് തന്നെ സ്വാലിഹിന്റെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. അവന് അവൾക്ക് ധൈര്യം കൊടുത്തു. പിന്നെ അവളും പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി. വീട്ടുകാര്യങ്ങളും പഠനകാര്യവുമൊക്കെയായി പിന്നെ ചർച്ച. പ്രണയത്തിന്റെ അസുലഭ നിമിഷത്തിനിടയിൽ അവൻ അവളുടെ ഫോട്ടോ ചോദിച്ചു. ആദ്യം മടി കാണിച്ചെങ്കിലും പിന്നെ കൊടുത്തു. പിന്നെ അതൊന്നും മതിയാകാതെയായി അവന്. ചതിക്കില്ലെന്ന ഉറപ്പിലൊന്നും അവൾക്ക് പേടി മാറിയില്ല. നാട്ടുംപുറത്തുകാരിയല്ലേ, നന്നായി പേടിയുണ്ടായിരുന്നു. ആവശ്യം അപേക്ഷയുടെയും അനുകമ്പയുടെയും പുറത്തായപ്പോൾ അവള് സ്വകാര്യ അയച്ചുകൊടുത്തു. എല്ലാം ഉടനെ ഡിലീറ്റ് ചെയ്യുമെന്ന് അവന് പടച്ചോനെ വിളിച്ച് സത്യം ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അത് തുടരെ ഫോട്ടോകൾ ചോദിച്ചു തുടങ്ങി. വിശ്വാസം കൂടിയതുകൊണ്ടാവാം വീണ്ടും പലതരത്തിലുള്ള ഫോട്ടോകൾ അയച്ചുകൊടുത്തു. എന്തായാലും കല്യാണം കഴിഞ്ഞാൽ കാണാനുള്ളതല്ലേ എന്ന അവന്റെ ന്യായങ്ങൾ ശരിയെന്ന് അവൾക്കും തോന്നി. പിന്നെ പിന്നെ അവനിൽ ഒരുതരം മടുപ്പുളവാക്കി. വിളികൾ കുറഞ്ഞു. അവൾക്ക് സങ്കടവും പേടിയും കൂടിക്കൂടി വന്നു. അവന്റെ പല വാക്കുകളിലും എന്തൊക്കെയോ സംശയം തോന്നി. പിന്നീടാണ് മറ്റൊരു സ്ത്രീയുമായി സ്വാലിഹിന് ബന്ധമുണ്ടെന്നറിഞ്ഞത്. അവര് കടുത്ത പ്രണയത്തിലാണെന്നും അവരെ വിവാഹം ചെയ്യുകയാണെന്നും അവന് ഫോണിൽ പറഞ്ഞു. സഹിക്കവയ്യാതായി. വീട്ടുകാര് സംഭവം അറിഞ്ഞു. സ്വാലിഹുമായി ബന്ധം ഒഴിവാക്കാൻ വീട്ടുകാർ തീരുമാനിച്ചു. അവന്റെ തനിനിറം ഇപ്പോൾ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് ആയിഷയുടെ ബന്ധുക്കൾ പറഞ്ഞു. അതെല്ലാം കേട്ട് മനസ്സിൽ വിതുമ്പിൽ അടക്കാൻ കഴിഞ്ഞില്ല ആയിഷ. മാസങ്ങൾ കഴിഞ്ഞു. കുറേയേറെ അന്വേഷണങ്ങൾ ആയിഷ വന്നു. ഒടുവിൽ ആയിഷയുടെ ഉപ്പയുടെ ഉറ്റ സുഹൃത്തിന്റെ മകനുമായി വിവാഹം ഉറപ്പിച്ചു. ദിവസങ്ങൾക്ക് ശേഷം കെങ്കേമമായി വിവാഹവും നടന്നു. സന്തോഷകരമായ ജീവിതം. പരസ്പരം അറിയുന്ന കുടുംബമായതുകൊണ്ട് തന്നെ ആയിഷയുടെ വീട്ടുകാരിലും ഒരുപാട് സന്തോഷം. 2 മാസം കഴിഞ്ഞപ്പോൾ ആയിഷയുടെ ഭർത്താവ് സഹീർ ഖത്തറിലേക്ക് പോയി. മാസങ്ങൾ കഴിഞ്ഞു. ആയിഷയുടെ ഫോണിലേക്കൊരു കോള് വന്നു. സ്വാലിഹായിരുന്നു അത്. അവന്റെ കല്യാണം നടന്നിട്ടില്ല. അവന് പ്രണയിച്ചവളുടെ വിവാഹം കഴിഞ്ഞു. ഫോണ് വിളിച്ചു തുടങ്ങി. അവൾക്ക് നേരെ അധികാരങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. അവൾ ആദ്യമൊക്കെ സഹിച്ചു. സഹികെട്ടപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു. മുമ്പ് അയച്ചുകൊടുത്ത അവളുടെ സ്വകാര്യ ഫോട്ടോകൾ അവന് ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. അതായിരുന്നു അവളെ ഭീഷണിപ്പെടുത്താൻ അവന് പ്രയോഗിച്ചത്. അവള് മാനസികമായി തകർന്നു. സഹിക്കവയാതെയായപ്പോൾ ആയിഷ വീട്ടുകാരെ വിവരം അറിയിച്ചു. അവരിൽ സങ്കടവും ദേഷ്യവും ഉണ്ടായി. ആയിഷയെ കുറെ ശകാരിച്ചു. അവള് മാനസികമായി തകർന്നു. അവളെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. വിഷയം ഭർത്താവിന്റെ വീട്ടുകാരെ അറിയിക്കാതെ അബ്ദുക്കാന്റെ അടുത്ത ബന്ധത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചു. അധികം വൈകാതെ തന്നെ സ്വാലിഹിനെ കസ്റ്റഡിയിലെടുത്ത വിവരം പുറത്തറിയിക്കാതെ അവന്റെ ഫോണ് നശിപ്പിക്കുകയും ചെയ്തു. വിവാഹം ഉറപ്പിച്ചാലും നിക്കാഹ് ചെയ്താലും ഇനി എന്തുമാവാമെന്ന എന്തിനുമുള്ള അവകാശം വീട്ടുകാരിൽ നിന്നും ലഭിച്ചുവെന്ന് ധരിക്കുന്നവരുണ്ട്. ഇഷ്ടങ്ങളും സ്നേഹവും പലപ്പോഴും സെക്സിന്റെ രൂപത്തിലാവും വരിക. പക്ഷേ മിക്ക പെൺകുട്ടികളും അത് തിരിച്ചറിയാറില്ല. അല്ലെങ്കിൽ തിരിച്ചറിയുമ്പോഴേക്കും പ്രതിരോധിക്കാൻ പറ്റാതായിട്ടുണ്ടാകും. ഒരു കാരണവശാലും വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നുവേണ്ട ഒരു മീഡിയയിലൂടെയും സ്വന്തം സ്വകാര്യ ദൃശ്യങ്ങൾ ആർക്കും നൽകാതിരിക്കുക. അവകാശമുള്ളവർ അത് നേരിൽ വന്ന് കണ്ടോട്ടെ. മൊബൈൽ എപ്പോഴും ആരിൽ നിന്നും നഷ്ടപ്പെടാം. ഇത് മാതാപിതാക്കളും മക്കൾക്ക് പറഞ്ഞുകൊടുക്കണം. വിവാഹം ഉറപ്പിച്ചതിനു ശേഷവും നിക്കാഹ് കഴിഞ്ഞതിനു ശേഷവും അമിതമായ ഫോൺ വിളികളും ചാറ്റിംഗും തുടർന്ന് സ്വകാര്യ ചിത്രങ്ങൾ അയച്ചു നൽകി തകർന്നുപോയ ഒട്ടേറെ ബന്ധങ്ങളുണ്ട്. പലരും അക്കാര്യം പേടിച്ച് പുറത്തു പറയാറില്ല. സ്വകാര്യത ഒരിക്കലും പങ്കുവെക്കാനുള്ളതല്ലെന്നുള്ള ഓർമ്മ എന്നും ഉണ്ടാവണം. ഇതിൽ പറഞ്ഞ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാവാം, അല്ലായിരിക്കാം. പക്ഷെ കഥ ഉൾക്കൊണ്ട് തിരിച്ചറിവോടുകൂടി